ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5 വഖത്ത് ബാങ്ക് വിളിച്ച അപ്പ വാപ്പ പള്ളിയിലേക്ക് പോകണം. മകനെയും വിളിച്ചുകൊണ്ട് അവന് ആ ഒരു പ്രായം എത്തിയിട്ടുണ്ടെങ്കിൽ 7 വയസ്സെത്തുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പറയുകയും 10 വയസ്സെത്തുമ്പോൾ നിസ്കരിച്ചില്ല എങ്കിൽ അവന് നല്ലൊരു അടി കൊടുത്ത് മുറിവ് പറ്റാത്ത നിലയ്ക്ക് അടി കൊടുത്തെങ്കിലും ശീലിപ്പിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നോമ്പും അങ്ങനെ തന്നെയാണ്. 10 വയസ്സെത്തുമ്പോ കിടക്കയിൽ നിന്ന് മാറ്റിക്കടത്തണം സയ്യിദുനാ റസൂലുള്ളാഹി. അതുവരെ ഉമ്മാടെ ഉപ്പാടെ ചേർന്ന് കടന്നവൻ അവന് സെപ്പറേറ്റ് കിടക്ക, വേറൊരു വിരിപ്പ് എന്ന് പറഞ്ഞാൽ വേറൊരു പാവിരിച്ചിട്ടെങ്കിലും മാറ്റിക്കടത്തണം. ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാമേ പറഞ്ഞിട്ടുള്ളൂ. വേറൊരു മതത്തിലും ഇത്ര മനോഹരമായ ആദർശം പറഞ്ഞിട്ടില്ല. എത്ര വൃത്തിയാണ്, എത്ര കൃത്യമാണ്. കുട്ടികളെ എങ്ങനെ തർബീത്ത് ചെയ്യണം ഏറ്റവും നല്ലതുപോലെ പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ലാഇബുഹും സബഅ അദ്ദിബുഹും സബഅ വസാഹിബുഹും സബഅ. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ തിയറിയാണ്. മക്കൾക്ക് 7 വയസ്സ് വരെ 1 മുതൽ 7 വയസ്സ് വരെ കുട്ടികളോടൊപ്പം കടിച്ചും രസിച്ചും നിങ്ങൾ ഇടപെടണം. കുട്ടികൾ കളിച്ചടക്കേണ്ട പ്രായമാണ്. ആ പ്രായത്തിൽ പിള്ളേരെ ക്രൂശിക്കരുത്, പ്രയാസപ്പെടുത്തരുത്. അവരെ കളിച്ച് രസിച്ച് അവരോടൊപ്പം തമാശകളൊക്കെ പങ്കിട്ട് കളിപ്പിച്ചും രസിപ്പിച്ചും വാപ്പായും ഉമ്മായും കൂടണം. 7 മുതൽ 14 വയസ്സ് വരെ അവർക്ക് നല്ല അദബുകൾ പഠിപ്പിച്ചു കൊടുക്കണം. മര്യാദകൾ പഠിപ്പിക്കണം, ഭക്ഷണത്തിന്റെ മര്യാദകൾ. അവിടെ നിന്നാണ് നിസ്കാരം തുടങ്ങുന്നത്. നിസ്കാരത്തിന്റെ ഷർത്ത്, ഫർള്, ആദാബുകൾ, മറ്റുള്ളവരുടെ പെരുമാറേണ്ട ശൈലി, മുതിർന്നവരോടുള്ള സംസാര രീതി ഒക്കെ കറക്റ്റാക്കി കൊടുക്കണം. 14 വയസ്സ് കഴിഞ്ഞാൽ ആണാവട്ടെ പെണ്ണാകട്ടെ അവരെ കൂട്ടുകാരെ പോലെ ചേർത്ത് നിർത്തണം. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ അവരോട് പെരുമാറേണ്ട ശൈലിയാണ്. ഇതൊക്കെ ഇന്ന് ശാസ്ത്രം ഇതൊക്കെ കൊണ്ടുവരികയാണ്. മഹാനായ അലി റളിയല്ലാഹുവിന്റെ ഒക്കെ ഈ തിയറിയാണ് ഇന്ന് ഓരോരിക്കൽ സൈക്കോളജിക്കൽ ക്ലാസ്സിലും അല്ലാതെയൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ഇന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യരെല്ലാം ഇതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉമ്മത്ത് ഇതൊക്കെ വിട്ടുകളഞ്ഞു. അവരോട് നല്ല സൗഹൃദം സ്ഥാപിക്കണം. അപ്പൊ പിന്നെ 14 വയസ്സുള്ള ഒരു കുട്ടിക്ക് പ്രേമലേഖനം ആരെങ്കിലും കൊടുത്താൽ, ആരെങ്കിലും ശൂളം പിടിച്ചാൽ, അവളോട് എന്തെങ്കിലും അനാവശ്യ കമന്റ് ഇട്ടാൽ അവൾ ഓട്ടോമാറ്റിക്കായിട്ട് വീട്ടിൽ വന്ന് ഉമ്മയോട് പറയും. കാരണം ഒരു സൗഹൃദ വലയം തീർത്തു. എന്നാൽ സൗഹൃദം എന്ന് പറഞ്ഞാൽ തോളത്ത് കൂട്ടിയിട്ട് മോളെ പുതിയ പടം ഏതിറങ്ങി നിന്റെ കയ്യിൽ കിട്ടിയ മോളെ ഉമ്മാക്ക് കിട്ടിയ ഉമ്മാക്ക് അയച്ചു തരണേ, ഇതല്ല സൗഹൃദ വലയം. ഇതപ്പൊ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അവര് തലയെ കയറിയിട്ട് ഇടിക്കുന്നത്. മക്കള് നന്നാവാത്തതിന്റെ കാരണം സൗഹൃദ വലയം എന്ന് പറഞ്ഞാൽ ദീനിയായ വിഷയങ്ങളിലൊക്കെ വളരെ സൗഹൃദം. ഇന്നവിടെ നമുക്ക് നസിഹത്തുണ്ട്, നമുക്ക് വാളിന് പോകണം, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുവരിക. മോളെ ഇന്ന പ്രസംഗം കേട്ടായിരുന്നു, ആ വിഷയം കേട്ടായിരുന്നോ? ഞാൻ കേട്ടില്ലെന്ന് ഇട്ടുതരാം, മോളൊന്ന് കേട്ട് എന്ന് പറഞ്ഞ് അത് കേൾപ്പിച്ചു കൊടുക്കുക, ദീനിയായ വിഷയം. അപ്പൊ അവള് പുതിയതാകുന്ന ലേറ്റസ്റ്റ് ന്യൂസിന്റെ കാര്യം, ഉമ്മ ഈ വാർത്ത കേട്ടായിരുന്നോ ഇങ്ങോട്ട്, അപ്പൊ അതാണ് സഹകരണം. ഇങ്ങനൊരു സഹകരണം പരസ്പരം ഉണ്ടായാൽ അവൾക്ക് ആരൊക്കെ പ്രേമലേഖനം കൊടുത്താലും, ആരൊക്കെ ഏതെല്ലാം നിലയ്ക്ക് അവളെ വശംവദനാക്കാൻ നിന്നാലും വീട്ടിൽ നിന്ന് തീർച്ചയായും മാതാപിതാക്കൾ ഉള്ളത് കൊണ്ട് തന്നെ അവരോട് തുറന്നു പറയും, ഉറപ്പാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അവരോട് ഈ 7 വയസ്സ് വരെ, തുടക്കത്തിൽ 1 മുതൽ 7 വയസ്സ് വരെ അവരോട് നല്ല രീതിയിൽ പെരുമാറണം, സ്നേഹം കൊടുക്കണം. സ്നേഹം അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടൂ. ഒരാളോട് സ്നേഹം കൊടുക്കുന്നതിന്റെ ഒന്നാമത്തെ പ്രകടമായ രീതി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള പറച്ചിലാണ്. അതാണ് ആദ്യം. ഇതൊക്കെ ഹദീസാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ അഹബ്ബ അഖാഹു ഫൽയുഖ്ബിറുഹു അന്നഹു യുഹിബ്ബുഹു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരെങ്കിലും ഒരു സഹോദരനോട് ഇഷ്ടമുണ്ടായാൽ, അത് മക്കളാകട്ടെ കുടുംബത്തിലുള്ളവരാകട്ടെ, അവരോട് ദീനിയായ വിഷയങ്ങളിൽ ഒരു സ്നേഹം തോന്നിയാൽ ഫൽയുഖ്ബിറുഹു അന്നഹു യുഹിബ്ബുഹു, എനിക്ക് നിന്നോട് ഇഷ്ടമാണ് എന്ന് തുറന്നു പറയണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പാപ്പ മക്കളോടെന്ന് പറയണം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകളാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോനാണ് എന്നിങ്ങനെ പറയണം. ഈ പറച്ചില് വേണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്നാമതായി അതാണ് വേണ്ടത്, പറച്ചില് വേണം. ഇതൊക്കെ നമ്മൾ പഴയ കാലത്ത് ചെയ്തിരുന്നു. നമ്മുടെ വാപ്പയെന്ന് ചിന്തിച്ചു നോക്കുക. വാപ്പ പലപ്പോഴും മക്കളോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ പലപ്പോഴും നമ്മുടെ ഈ തലമുറയിലുള്ള 30-40 ഏജൊക്കെ ഉള്ളതാകുന്ന ആളുകളോട് പറഞ്ഞിട്ടുണ്ട്.
പുതിയ രക്ഷിതാക്കൾ ഇതൊക്കെ വിട്ടുപോയിട്ടുണ്ട്, ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ കേവലം ഒരു ചുംബനത്തിൽ ഒതുക്കും. ചുംബനം സ്നേഹമാണ് അല്ലെന്നല്ല, അത് ഞാൻ അടുത്ത് പറയും. പക്ഷെ ഒന്നാമതായി പറച്ചിൽ വരണം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പാപ്പാക്ക് വലിയ ഇഷ്ടമാണ് നിന്നെ എന്ന് പറയണം. ആ പറച്ചിൽ കുട്ടികളുടെ ഹൃദയത്തിൽ ആന്തോളനം ഉണ്ടാക്കും, ഭയങ്കര സ്പാർക്കുണ്ടാക്കുന്ന വിഷയമാണ്. മകളോട് പറയണം വാപ്പ, എങ്കിൽ ആ മകളെ ചേർത്ത് നിർത്തിയതാകുന്ന പ്രിയപ്പെട്ട പിതാവിനെ വഞ്ചിച്ചിട്ട് ഒരു കാമുകന്റെ പറയിലും ഒരു പെണ്ണ് പോകൂല, കാമുകനോടൊപ്പം ഒളിച്ചോടി പോകൂല. അതിന് ബസ് കണ്ടക്ടറാകട്ടെ, കിളിയാകട്ടെ, ഏത് വ്യക്തിയായിരുന്നാലും എന്ത് കയ്യും കാലും കാണിച്ചാലും ഒരാളോടൊപ്പം ഒളിച്ചോടി പോകാൻ അവള് തയ്യാറാകൂല. കാരണം എന്നെ സ്നേഹിക്കുന്ന, ഞാനൊന്ന് തളർന്നാൽ എന്റെ കൈപിടിക്കാനുള്ളതാകുന്ന രക്ഷിതാക്കൾ എന്റെ വീട്ടിലുണ്ട്, എന്റെ വാപ്പയുണ്ട്, എന്റെ ഉമ്മയുണ്ട് എന്ന ചിന്ത അവളെ ജീവിക്കാൻ പ്രേരിപ്പിക്കും. നല്ല മനോഹരമായ ജീവിതം നയിക്കാൻ അവളെ പ്രേരിപ്പിക്കും. ദീൻ വിട്ടു പോകൂല. നമ്മള് പറയണം, മോളെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിതൊന്നും പറയുന്നില്ലല്ലോ. കടയിൽ പോയി പുതിയ ഡ്രസ്സ് വാങ്ങുന്നു, ടെക്സ്റ്റൈൽസ്, പെരുന്നാളിന് വാങ്ങിയതാണ്. കടയിൽ പോയി ഡ്രസ്സ് എടുക്കുമ്പോ തന്നെ വാപ്പ വെളിയിലിരിക്കാൻ, പെടലി വഴി ഇപ്പൊ ബില്ല് വരും. പടച്ച റബ്ബേ, ആകെ നെഞ്ചത്ത് ഇടങ്ങേറായിട്ട് വാപ്പാക്ക് നെഞ്ചിനൊക്കെ വല്ലാതൊരു ആദി. എത്രയാണ് വരിക? ഒരു ഡ്രസ്സ് എടുക്കാൻ കയറിയതാണ്, തള്ളയുടെ കൂടെയാ പോയത്. പടച്ച റബ്ബേ, 3 ഡ്രസ്സ് എടുത്തോണ്ട് ഇറങ്ങുള്ളൂ. അങ്ങനത്തെ സൈസിനെയാണ് അള്ള തന്നിരിക്കുന്നത്. വാപ്പ ആകെ ടെൻഷനാണ്. അവസാനം ഇറങ്ങി വരുന്നത്, അകത്തോട്ട് പോകുന്നില്ല, സെലക്ഷന് പോലും നിൽക്കുന്നില്ല. കാരണം നിന്ന അതും ഇതും ഒക്കെ എടുക്കും, അതുകൊണ്ട് വാതിക്കെ കിടന്ന് കറങ്ങാണ്. പലരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അവസാനം ഇതെല്ലാം എടുത്തോണ്ട് വന്നു. മകള് വീട്ടിൽ വന്നതിന് ശേഷം വാപ്പ കണ്ടില്ലല്ലോ, ഇട്ട് നോക്കിയത് ട്രയൽ റൂമിൽ പോയി ഇട്ടിട്ട് ഉമ്മയാണ് കണ്ടത്. അപ്പൊ വാപ്പ എന്ന് കാണിക്കാന്ന് കരുതി 13 വയസ്സുള്ള 14 വയസ്സുള്ള മകൾ അതൊന്ന് ഇട്ടുകൊണ്ട് വരുമ്പോ വാപ്പ ദേഷ്യപ്പെടുക. ആപ്പാക്ക് നേരത്തെ ഇല്ല, ബില്ലടച്ചതിന്റെ ദേഷ്യത്തിരിക്കുക. 10-22,000 രൂപ പോയിട്ടിരിക്കുക. ഇനി അത് ഇട്ടോണ്ട് അതിന്റെ ബട്ടൺസ് കൊടുക്കുപോയെന്ന് പറഞ്ഞാൽ ഹലാക്ക് അടുത്ത വാങ്ങണം, അതുകൊണ്ട് വേഗം ഊരി വെക്കും. അപ്പൊ ആ മനസ്സിൽ, കുഞ്ഞിന്റെ മനസ്സിലൊരു ചെറിയതാകുന്ന കല്ല് വീണ് അവളെ മനസ്സിലൊരു വിഷമം വീഴ. കാരണം വാപ്പായെ കാണിക്കാൻ വലിയ കാര്യത്തിൽ ഇട്ടോണ്ട് വന്നവൾ. ഉമ്മ പറഞ്ഞു വാപ്പായ എന്ന് കണ്ട കാണിക്കെന്ന് പറഞ്ഞിട്ട് ഇട്ടോണ്ട് വന്ന. പക്ഷെ വാപ്പ നല്ല ബുദ്ധിയല്ല പറഞ്ഞത്, യഥാർത്ഥത്തിൽ വാപ്പയുടെ ചെയ്യേണ്ടെന്നാ. മാഷാ അല്ലാ, അങ്ങോട്ട് പറയണം, മോളെ ഇട്ട് കണ്ടില്ല, ഇട്ടോണ്ട് വന്ന. ഇല്ല, ഞാൻ അവിടെ വെച്ചിട്ടായിരുന്നു, ഉമ്മ കണ്ടാലും അവക്കൊരു മടിയായിരിക്കും, എന്നാലും ഇട്ടോണ്ട് വാ. അങ്ങനെ ഇട്ടോണ്ട് വരുമ്പോ മാഷാ അല്ലാ, അപ്പാടെ മോള് നല്ല സുന്ദരി മോളാ, വന്നേ പറഞ്ഞ അവളെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഒരു ചുംബനമൊക്കെ കൊടുത്താ മാഷാ അല്ലാ, അവൾക്ക് വലിയ സന്തോഷം. നേരെ മറിച്ച് നീ ആട്ടി വിട്ടതാകെ നമ്മള് പിറ്റേ ദിവസം ഈ ഡ്രസ് ഇട്ടുകൊണ്ട് പെരുന്നാളിന് മൈലാഞ്ചി ചോപ്പിച്ച് റോഡിലൂടെ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോ, ഏതെങ്കിലും ഒരു വ്യക്തി കാണുമ്പോ അവൻ പറയും സൂപ്പർ, കൈയൊന്ന് കാണിച്ചാൽ മതി. അപ്പോഴേ അവൾ അങ്ങോട്ട് ചായി. വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം എവിടുന്ന് കിട്ടി? പുറത്തുനിന്ന് കിട്ടി. ഇതാണ് സമൂഹത്തിൽ നടക്കുന്ന വസ്തുത. ഇത് കാണിക്കാനും ഇത് സ്നേഹം പ്രകടിപ്പിക്കാനും വീട്ടിലുള്ളവര് തയ്യാറായില്ല എങ്കിൽ വലിയ വിപത്താണ്, വലിയ വിപത്താണ്. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്തിക്കോ.